അത് ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൽ ഒരു ഒമാനി. ആ ഒമാനിക്ക് ഓനിക്ക് എന്താണ് ഈ കൂന്തൽ ചെമ്മീനും അത് അവർ തന്തൂരിയിൽ സെറ്റ് ചെയ്താണ്. ആ കൂന്തലും ചെമ്മീനും കൂടിയിട്ട് ഒരു റോസ്റ്റ്, ഒരു അറബി സ്റ്റൈലിൽ അത് എരിവില്ലാതെ എന്നാൽ നല്ല ഇതിൽ കിട്ടുമ്പോൾ നല്ല അപ്പോൾ ഇത് മുമ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന ഗ്യാപ്പിന് കുറച്ച് ഉണ്ടാക്കുകയാണ് വീണ്ടും. അപ്പോൾ ചെയ്തെടുക്കുകയാണ് ഒരു ഒമാനി സ്റ്റൈലിലായിട്ടുള്ള ഒരു അറബിക് ഇതായിട്ടുള്ള, അധികം എരിവ് ഉണ്ടാവില്ല, എന്നാലും മലയാളികൾക്ക് ഉപയോഗിക്കാൻ അധികം മലയാളികൾ ഉപയോഗിക്കുന്നതിനാണ്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയെല്ലാം വാട്ടി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വാട്ടി ഉണ്ടാക്കുക. അതിലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി പേരിനുള്ളൂ കേട്ടോ, മുളക് പൊടി അതിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഈ കൂന്തൽ ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ ഈ ഗരം മസാലപ്പൊടി വേണം. ഇപ്പോൾ ഞാൻ കൂന്തലിട്ടുണ്ട്, കൂന്തലിട്ട് ശരിക്കും കൂന്തലിന് കുറച്ച് വേവ് ജാസ്തിയാണ്, ചെമ്മീന് കുറച്ച് വേവ് കുറവുണ്ട്. അപ്പോൾ കൂന്തൽ കുറച്ച് വെന്ത് വരണം. ഇത് തന്തൂരിയിലാക്കുകയാണെങ്കിലും ആ കൂന്തൽ കുറച്ച് വേവ് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ കൂന്തൽ ശരിക്കും വേണം, വെന്ത് വന്നാലേ നമുക്ക് ചെമ്മീൻ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൂന്തൽ വേകുന്നവർക്ക് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൂന്തൽ ശരിക്കും ഒന്ന് വേണം. കൂന്തലിന് കുറച്ച് നല്ല വേവുള്ള സാധനം. അതും ഇത് മാത്രമല്ല, ഈ കൂന്തൽ കുറച്ച് വലുപ്പമുള്ള കൂന്തലാണ്, വലിയ കൂന്തലാണ്. നല്ല കഷ്ണം പോയിട്ട് നമ്മൾ ഈ പന്നീർ ആക്കുന്ന പോലെ പന്നീർ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ. നമ്മൾ പന്നീർ ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയിരുന്നത് വലിയ കൂന്തലാണ്. അപ്പോൾ ശരിക്കും വേണം, വെന്തില്ലെങ്കിൽ അത് നമുക്ക് കേടാണ്, നമുക്ക് വേറെ എടുക്കും, ഇങ്ങനെ അസുഖമെല്ലാം വരും. അതിനെക്കൊണ്ട് ശരിക്കും വേവണം. അപ്പോൾ ശരിക്കും കൂന്തൽ വെന്ത് വരണം. ഇപ്പോൾ ഏതാണ്ട് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, മണെല്ലാം. പിന്നെ വെന്ത് വരുമ്പോൾ ഒരു മണമുണ്ട്, നല്ലൊരു മണമുണ്ട് കൂന്തലിൻ്റെ ഒരു കൂന്തൽ ചെമ്മീനും ഞണ്ടെല്ലാം വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരും. നല്ല മണം വരുന്നുണ്ട് കൂന്തൽ റോസ്റ്റിൻ്റെ. അപ്പോൾ നമുക്കതിൽ കൂന്തൽ നല്ല വെന്ത് വന്നാലും ചെമ്മീനിടാം. ചെമ്മീനിട്ടാകുമ്പോൾ കുറച്ച് ഫിഷ് മസാലപ്പൊടി കുറച്ച് ചേർക്കണം, കുറച്ച് ഒമാനി മസാല ചേർത്തിട്ട് നമ്മൾ കൂന്തൽ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് സേവ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് വെക്കണം. ഇത് ഒമാനി സ്റ്റൈലാണെങ്കിലും അറബിക് സ്റ്റൈലാണ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതെല്ലാം ട്രൈ ചെയ്ത് വെക്കണം.